കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് തൃശ്ശൂരാണെന്ന്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും വളരെ കരുതലോടെയാണ് ഓരോ കരുനീക്കങ്ങളും നടത്തുന്നത്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ എത്തിയാൽ ഇവിടെയും കാണാം വളരെ കരുതലോടെയുള്ള കുറച്ച് കരുനീക്കങ്ങൾ. പൂരവും ആഘോഷങ്ങളും മാത്രമല്ല, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ വൈകുന്നേരങ്ങളിലെത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാടിടങ്ങളിൽ ചതുരംഗക്കളങ്ങൾക്ക് ചുറ്റുമിരുന്ന് വലിയ നീക്കങ്ങൾ ആലോചിക്കുന്ന കുറച്ച് പേരെ. അവിടെ കുറച്ച് രാഷ്ട്രീയ ചർച്ചകളും നടക്കാറുണ്ട്. ചേട്ടാ, പൊരിഞ്ഞ പോരാട്ടമാണല്ലോ. പൊരിഞ്ഞ പോരാട്ടം. രണ്ടുപേരും കടുത്ത പോരാട്ടത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതും പ്രവചനാതീതാണ്, തൃശ്ശൂരിലെ കാര്യം പ്രവചനാതീതാണെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഓരോ നീക്കങ്ങളല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഈ മത്സരത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ലായിരിക്കും. ലാസ്റ്റ് 1500 വോട്ടിൻ്റെ അവിടേക്കാണ് ബാലേന്ദ്രൻ ജയിച്ചത്. ആരും 3 ആളും രണ്ടാം മൂഴക്കാരായിരുന്നു. ഇത് പത്മജ, ബാലേന്ദ്രൻ, സുരേഷ് ഗോപി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സരം തൃശ്ശൂരായിരുന്നു. 3 പാർട്ടിക്കാരും സ്ട്രോങ് ആണോ ഇവിടെ? 3 പാർട്ടിക്കാർ പ്രവചനാതീതാണ് ഇവിടുത്തെ. ആർക്ക് ചെക്ക് വെക്കും അത് പറയാൻ പറ്റില്ല. പത്മജ വന്നോണ്ട് ഇവിടെ വന്ന കാരണം മുരളി ഇങ്ങോട്ട് വന്നിട്ട് യാതൊരു രക്ഷയില്ല. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കരുണാകരൻ്റെ തന്ത്രങ്ങൾ കംപ്ലീറ്റ് അറിയാവുന്നത് പത്മജയ്ക്ക്. പത്മജ അതിൻ്റെ ആ കലക്കി കുടിച്ചിട്ടില്ല. മുരളി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് നിൽക്കായിരുന്നു. പ്രചരണത്തിൽ ആരപ്പം മുന്നിൽ നിൽക്കുന്നത്? ഇല്ല, ആയിട്ടില്ലല്ലോ. ഇതൊക്കെ വെറും തുടക്കം മാത്രമല്ലോ. ഈ മോദിനെയൊക്കെ കൊണ്ടുവന്ന് ചെക്ക് വെക്കാനായിട്ട് നോക്കിയിരുന്നു. നടക്കുമോ? എന്തായാലും ഒരു ചെക്ക് ഇരിക്കട്ടെ. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലും പോരാട്ടം മുറുകുകയാണിത്. ഈ ചതുരംഗ കളത്തിലും പോരാട്ടം മുറുകുകയാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.